നമസ്കാരം. തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോകാനുള്ള സാധ്യത തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കുറെ കാലമായി കേൾക്കുന്നതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. തരൂരിനെ പിടിച്ചു നിർത്താൻ വേണ്ട ശ്രമങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നും കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം BJP MP കൂടിയായ ക്രിക്കറ്റർ ഗൗതം ഗംഭീറിനെ പ്രകീർത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഗംഭീറാണ് എന്നൊരു പ്രസ്താവനയാണ് ശശി തരൂർ നടത്തിയത്. നാഗ്പൂരിൽ വെച്ച് ഇദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്ത അനുഭവം പങ്കുവച്ചതാണ്. തരൂർ കേരളത്തിന്റെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാകും, ആകാനുള്ള സാധ്യതയുണ്ട്. അതിന് ഇവിടുത്തെ ചില മുഖ്യമന്ത്രി കോട്ട് തുന്നിയവരൊക്കെ വേല വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും ആരോപണങ്ങളും ഒക്കെ നമ്മൾ ധാരാളമായി കേൾക്കുന്നതാണ്. എന്തൊക്കെയായാലും കോൺഗ്രസുമായി ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളുമായിട്ടും ശശി തരൂർ ഒട്ടും രസത്തിലല്ല എന്ന് തന്നെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും വാർത്തകളും അതിന്റെ ചില അനുബന്ധ റിപ്പോർട്ടുകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നത്. രാഹുൽ ഗാന്ധിയുടെ കൊച്ചി സന്ദർശനത്തിനിടെ തനിക്ക് മതിയായ പരിഗണന ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശശി തരൂർ MP പാർട്ടിക്കെതിരെ ശക്തമായ അതൃപ്തി ഇപ്പോൾ പ്രകടിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. തരൂരിനും അറിയാം. കേരളത്തിലെ ഏത് നേതാക്കൾക്കാണ് അത് അറിയാവുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അത്യാവശ്യം രമേശ് ചെന്നിത്തല അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് നേരിട്ട് അറിയാം. എന്തൊക്കെയായാലും ശരി, വേണ്ടത്ര പരിഗണന തനിക്ക് രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കിട്ടിയില്ല എന്ന ഒരു പരാതി അല്ലെങ്കിൽ അതൃപ്തി ശശി തരൂർ ഉന്നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. കാരണം അങ്ങനെയൊന്നും ഒരു പരാതി ഉന്നയിക്കുന്ന വ്യക്തിയല്ല ശശി തരൂർ. ശശി തരൂരിന് കിട്ടേണ്ട പരിഗണന എവിടെയായാലും കിട്ടും. അതിന് ഉള്ള കഴിവ് തനിക്കുണ്ട്. താൻ അതനുസരിച്ച് ഉള്ള ആ ഒരു ലെവലിലുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം തരൂരിന് നന്നായിട്ട് അറിയാം. അവനവനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു ആരോപണം ഉന്നയിച്ചത് എന്തിനാണ്? ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിട്ട് നല്ലൊരു താങ്ങ് താങ്ങാൻ വേണ്ടി തരൂർ ഒരുങ്ങിയിറങ്ങി എന്നതിന്റെ ഒരു സൂചനയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. കോൺഗ്രസ് കേരള ഘടകത്തിലെ മുതിർന്ന അംഗങ്ങളും രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ ഒരു സമയത്ത്. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭരണകക്ഷിയായ BJPയും പ്രശംസിക്കുന്ന പരാമർശങ്ങളെ തുടർന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി തരൂർ അകന്നു നിൽക്കുകയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ആ ഒരവസ്ഥയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ കേരള നേതാക്കൾക്കെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെതിരെയും ശശി തരൂർ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് പാർട്ടി ഒന്ന് പരിശോധിക്കണം. അദ്ദേഹത്തിന് പരിഗണന കൊടുത്തോ ഇല്ലേ എന്നുള്ളതല്ല, ഇദ്ദേഹം തീർച്ചയായിട്ടും കോൺഗ്രസ് വിട്ടുപോരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എല്ലാവിധ ചരടുകളും വലിക്കും. ഇദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ, അതായത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക, റോബർട്ട് വദ്ര തുടങ്ങിയ മേഖലകളിലും ചുമ്മാ റബ്ബർ സ്റ്റാമ്പായിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ അതുപോലെ മുതിർന്ന കുറെ നേതാക്കളുമായിട്ടൊക്കെ വളരെ ഒരു നല്ല ബന്ധമാണ് ഉള്ളത്. ഇത്തരത്തിൽ ഉള്ള ബന്ധം ഉപയോഗിച്ച് അദ്ദേഹം അവിടെ AICCയിൽ സ്വാധീനം ചെലുത്തി ശശി തരൂർ ആകട്ടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയിപ്പിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് ഇത്തിരി കാര്യമായി തന്നെ വിലയിരുത്തേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. ഇവിടെ കുപ്പായം തുന്നിയിരിക്കുന്നവരുടെ കാര്യം നമ്മൾ പറയുന്നില്ല. പക്ഷേ തരൂർ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ അടിയായിരിക്കും. ഇതുവരെ പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള അടിയായിരിക്കും. അദ്ദേഹം BJPയിലേക്ക് പോകുമോ CPMലേക്ക് പോകുമോ എന്നൊക്കെയുള്ള കാര്യം പിന്നീട്. പക്ഷേ നന്നായി അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല. പക്ഷേ ബൗദ്ധിക നിലവാരവും അറിവും ലോകപരിചയവും ഒക്കെ തന്നെ, മാത്രമല്ല ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം അത്യാവശ്യം കോൺഗ്രസിലെ രാഷ്ട്രീയ അടവുകളൊക്കെ തന്നെ മനസ്സിലാക്കും. സാധാരണ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നത് പോലെയല്ല, അദ്ദേഹം അല്പം കൂർമ്മ ബുദ്ധിയോടെ കാര്യങ്ങളെ വിലയിരുത്തുന്ന വ്യക്തിയാണ്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത ചടങ്ങിൽ തരൂരിന് പ്രാധാന്യം കൊടുത്തോ ഇല്ലയോ എന്നതൊക്കെ കോൺഗ്രസിന്റെ വിഷയം. പക്ഷേ കോൺഗ്രസിനിട്ട് ഒരൊന്നൊന്നര പണി വരുന്നുണ്ട്. അത് കൊടുക്കാൻ ഒരുങ്ങുന്നത് തരൂരാകും എന്നുള്ള റിപ്പോർട്ടുകൾ കോൺഗ്രസ് എഴുതി തള്ളരുത്.